വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ഉപേന്ദ്രൻ അങ്ങോട്ട് വന്നിട്ട് പറയുന്നുണ്ട്, ഏട്ടത്തി ക്ഷമിക്കണം, ഞാൻ കുറച്ച് മുഷിച്ചില്ലെന്ന് തോന്നല്ലേ, കുറച്ച് ലേറ്റായി പോയി എന്ന് പറയുകയാണ്. അന്നേരം രാഘവൻ നായർ അയാളെ പറയുന്നുണ്ട്, മുഷിച്ചിൽ ഇപ്പോഴല്ലല്ലോ പിന്നീടല്ലേ തോന്നുന്നതെന്ന്. അന്നേരം ഏട്ടത്തി എന്നെ അങ്ങോട്ട് ഇപ്പോഴും തീരെ വിശ്വാസമായില്ല എന്ന് തോന്നുന്നു, എന്തോ ഒരു സന്ദേഹം മനസ്സിലുണ്ട് എന്ന് പറയുമ്പോൾ അത് ഇന്നും ഒന്നരയും തുടങ്ങിയതല്ല എന്ന് വീണ്ടും രാഘവൻ നായർ പറയുകയാണ്. തുടർന്നാണെങ്കിൽ വിഷ്ണു ചോദിക്കുന്നുണ്ട്, ചിറ്റപ്പ ഇതെല്ലാം പിന്നെ പ്രോപ്പർട്ടി അങ്ങ് കൊടുത്ത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പേപ്പറൊക്കെ പെട്ടെന്ന് സാങ്ഷൻ ആവില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അതായത് ഇതങ്ങോട്ട് കഴിയേണ്ട ആവശ്യമേ ഉള്ളൂ, പിന്നീട് നമ്മുടെ കയ്യിലെല്ലാം ഇരിക്കും, പെട്ടെന്നായിരിക്കും കാര്യങ്ങൾ നടക്കുന്നത്. പിന്നെ സർക്കാർ ഭൂമിയല്ലേ നമ്മുടെ കയ്യിലേക്ക് കിട്ടാൻ പോകുന്നത്, ഏക്കർ കണക്കിന് വനങ്ങൾ നമുക്കങ്ങോട്ട് വെട്ടിമേയാമെന്ന് ഇട്ടിയും ചന്ദനവും തേക്കും ഒക്കെ ആയിട്ട് എന്ന് പറഞ്ഞങ്ങ് ചിരിക്കുകയാണ്. അന്നേരം എങ്കിൽ പിന്നെ പെട്ടെന്ന് കാര്യങ്ങളിലേക്ക് കടക്കാമെന്നിങ്ങനെ സത്യഭാമ പറയുന്നുണ്ട്. പക്ഷേ വിഷ്ണുവും രാഘവൻ നായരും അന്നേരവും സംശയിച്ച് തന്നെയാണ് നിൽക്കുന്നതൊക്കെ. അന്നേരം എങ്കിൽ പിന്നെ ഒപ്പിടാം, ആദ്യമായിട്ട് ഏട്ടൻ തന്നെ ഒപ്പിടട്ടെ, അങ്ങോട്ട് കൊടുക്കുക വക്കീലെന്നിങ്ങനെ വക്കീലിനോട് പറയുമ്പോൾ ഉപേന്ദ്രൻ പറയുമ്പോൾ വക്കീൽ പേപ്പറൊക്കെ ആയിട്ട് രാഘവൻ നായരുടെ അടുത്തേക്ക് ചെന്ന് പേന ഇങ്ങനെ കൊടുക്കുകയാണ്. പക്ഷേ രാഘവൻ നായർ അന്നേരവും കൈ വയ്ക്കാനെങ്കിൽ വിറച്ച് ആകെ ഒരു വിഷമത്തിൽ നിൽക്കുകയാണ്. വിഷ്ണു ആണെങ്കിൽ ഇങ്ങനെ വക്കീലിനെയും ശ്രദ്ധിക്കുന്നുണ്ട്, രാഘവൻ നായരെയും ശ്രദ്ധിച്ച് നിൽക്കുകയാണ്. അന്നേരം രാഘവൻ നായരുടെ വെപ്രാളവും പരവേശവും ഒക്കെ കണ്ടിട്ട് രാഘവേട്ട അതിന് രണ്ടാമതൊന്നും ആലോചിക്കേണ്ട, അങ്ങോട്ട് ഒപ്പിട് എന്ന് പറയുകയാണ്. അന്നേരം ഉപേന്ദ്രൻ ഇങ്ങനെ രാഘവൻ നായരെ തന്നെ ശ്രദ്ധിച്ച് നിൽക്കുന്നുണ്ട്. അന്നേരം വിഷ്ണു ഇങ്ങനെ രാഘവൻ നായരെ ശ്രദ്ധിച്ച് നിൽക്കുകയാണ്. അന്നേരം പ്രസാദേ വക്കീലിനെയാണ് വിളിക്കുന്നത്, ഏട്ടൻ ഒപ്പിടേണ്ട സ്ഥലം അങ്ങോട്ട് കറക്റ്റായിട്ട് കാണിച്ചു കൊടുക്ക്, ചിലപ്പോൾ കണ്ണ് പിടിക്കത്തില്ല എന്നിങ്ങനെ പറയുകയാണ്. തുടർന്നും സത്യഭാമ അങ്ങോട്ട് നിർബന്ധിക്കുമ്പോൾ പേന വാങ്ങുന്നുണ്ട് രാഘവൻ നായർ. എന്നിട്ട് രാഘവൻ നായർ തൻ്റെ ആ വീടും തൻ്റെ സമ്പാദ്യങ്ങളും ഒക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ്. വീടൊക്കെ ഇങ്ങനെ തിരിയുന്നതും ഒക്കെ ആയിട്ട് രാഘവൻ നായരുടെ മനസ്സിലൂടെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. സംഭവം രാഘവൻ നായർക്ക് പേടി തന്നെയാണ്, എല്ലാം കൈവിട്ടു പോകുന്നു എന്ന് രാഘവൻ നായർക്ക് നല്ല ഉറപ്പുണ്ട്. പക്ഷേ എല്ലാവരുടെയും സമ്മതത്തിന് വഴങ്ങി രാഘവൻ നായർ അങ്ങോട്ട് ഒപ്പിടുകയാണ്. അതിനുശേഷമാണെങ്കിൽ ഇനി ഏട്ടത്തി ഒപ്പിടണ്ടേ എന്ന് പറഞ്ഞിട്ട് ഏട്ടത്തിയുടെ പിന്നെ സത്യഭാമയുടെ കയ്യിലേക്ക് ആ ഫയൽ വെച്ച് കൊടുക്കുന്നുണ്ട്. തുടർന്ന് സത്യഭാമ ഒപ്പിടുകയാണ്. പക്ഷേ വിഷ്ണു ആകെ സംശയിച്ച് തന്നെ നിൽക്കുകയാണ്. അന്നേരം രാഘവൻ നായർക്ക് ഈ സത്യഭാമ ഒപ്പിടുമ്പോഴും ഒക്കെ രാഘവൻ നായർക്ക് കണ്ണൊക്കെ നിറഞ്ഞു വരുന്നുണ്ട്, കണ്ണാടിയൊക്കെ മാറ്റിയിട്ട് കണ്ണീരൊക്കെ തുടയ്ക്കുന്നുണ്ട്. പക്ഷെ അതാരും ശ്രദ്ധിക്കുന്നില്ല. പക്ഷെ വിഷ്ണു അച്ഛനെ തന്നെ ഇങ്ങനെ ശ്രദ്ധിച്ച് നിൽക്കുകയാണ്. അതിനുശേഷം ഉപേന്ദ്രൻ പറയുന്നുണ്ട്, നിങ്ങൾ സാക്ഷികളായിട്ട് ഒപ്പിട്ടാൽ മതി എന്ന് രോഹിത്തിനോടും വിഷ്ണുവിനോടും. തുടർന്ന് രോഹിത്ത് അതിലേക്ക് ഒപ്പിടുന്നുണ്ട്. അതിനുശേഷം വിഷ്ണുവിനും കൊടുക്കുകയാണ്. അതിന് വിഷ്ണു ഇങ്ങനെ മടിച്ച് നിൽക്കുമ്പോൾ സത്യഭാമൻ പറയുന്നുണ്ട്, നീ എന്താ രാഘവേട്ടനെ പോലെ അങ്ങോട്ട് വാങ്ങിച്ച് ഒപ്പിട് എന്ന് പറയുകയാണ്. തുടർന്ന് വിഷ്ണുവും ഇങ്ങനെ വാങ്ങിച്ചിട്ട് തൻ്റെ ആ വീടും രാഘവൻ നായരെയും ഒക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ ആലോചിച്ച് നോക്കുകയൊക്കെ ചെയ്തിട്ട് അവസാനം മനസ്സോടെ വിഷ്ണു അങ്ങോട്ട് ഒപ്പിട്ടിട്ട് ആ ഫയൽ ഇഷ്ടമില്ലാതെ തന്നെ അങ്ങോട്ട് ഉപേന്ദ്രൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. അതിനുശേഷം രോഹിത്തിനോട് പറയുന്നുണ്ട് ഉപേന്ദ്രൻ സത്യഭാമയെ ചൂണ്ടിയിട്ട്, നിന്നെ പോലെയല്ല ഇവൻ മിടുക്കനാണ്, ബിസിനസ്സിൽ നന്നായിട്ട് ശോഭിക്കും എന്നൊക്കെ പറയുമ്പോൾ രോഹിത് ആകെ അങ്ങ് സന്തോഷത്തിൽ നിൽക്കുകയാണ്. തുടർന്ന് വിഷ്ണുവിനോടും പറയുന്നുണ്ട്, ഇങ്ങനെ വെറുതെ മാറി നിന്നാൽ പോരാ, 10 കാശുണ്ടാക്കുന്ന എന്തെങ്കിലും ബിസിനസ്സൊക്കെ നടത്തണമെന്ന് പറയുകയാണ്. അതിനുശേഷം എന്നാൽ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ, 2 ദിവസത്തിനകം ഈ പേപ്പർ വർക്കൊക്കെ തരും, 3-4 ദിവസത്തിനകം മരം മുറിച്ച് തുടങ്ങാമെന്നാണ് തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ, അല്ല ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാതെ എന്നിങ്ങനെ ഭാമ പറയുമ്പോൾ അതിനൊക്കെ ഇനി സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അവരിറങ്ങാൻ തുടങ്ങുകയാണ്. എന്നിട്ട് വിഷ്ണുവിനോട് പറയുന്നുണ്ട് ഉപേന്ദ്രൻ, നിന്നെ കൂടി കണ്ടിട്ടാണ് ഞാൻ ഈ ബിസിനസ് മുന്നോട്ട് വച്ചത് എന്നുള്ളത്. അന്നേരവും വിഷ്ണുവിന് ആകപ്പാടെ സംശയം തന്നെയാണ്. പക്ഷേ ഉപേന്ദ്രൻ്റെ കണ്ണുകളിൽ ആ ഒരു ചതിയുടെയും വഞ്ചനയുടെയും ഭാവമൊക്കെ മിന്നി മറയുന്നുണ്ട്. അത് വേറെ ആർക്കും മനസ്സിലാകുന്നില്ലെങ്കിലും വിഷ്ണുവിനും രാഘവൻ നായർക്കും അത് കറക്റ്റായിട്ട് മനസ്സിലാകുന്നുണ്ട്. അന്നേരം ഇവരോടൊപ്പം പുറത്തേക്ക് പിന്നെ രോഹിത്ത് ഇറങ്ങുന്നുണ്ട്. തുടർന്ന് കാറിലേക്ക് കയറാൻ നേരം ഉപേന്ദ്രനാണെങ്കിൽ രോഹിത്തിന് ഇങ്ങനെ കൈ കൊടുക്കുന്നുണ്ട് മുറ്റത്ത് വെച്ച്. അപ്പോൾ രോഹിത് എല്ലാം പറഞ്ഞ പോലെ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് വക്കീൽ അങ്ങോട്ട് ഉപേന്ദ്രനുമായിട്ട് അങ്ങ് സ്ഥലം വിടുന്നുണ്ട്. രോഹിത് വളരെ സന്തോഷത്തിൽ നിൽക്കുകയാണ്. അതേസമയം അകത്ത് സത്യഭാമൻ പറയുന്നുണ്ട്, അങ്ങനെ എന്തായാലും നല്ല ഐശ്വര്യമായിട്ട് നമ്മളൊരു കാര്യത്തിന് തുടക്കം കുറിച്ചു എന്നിങ്ങനെ പറയുമ്പോൾ രാഘവൻ നായർ പതിയെ സ്റ്റിക്ക് കുത്തി അങ്ങോട്ട് എഴുന്നേൽക്കുകയാണ്. വളരെ പാടുവിട്ടൊക്കെയാണ് എഴുന്നേൽക്കുന്നത്, ആ വിഷമത്തോടു കൂടി. എന്നിട്ട് അങ്ങ് മുറിയിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ എന്താ പിണങ്ങി പോവുകയാണോ എന്നിങ്ങനെ ഭാമ ചോദിക്കുകയാണ്. അന്നേരം ഇനിയാണ് ഭാമ നീ ശരിക്കും വെള്ളം കുടിക്കാൻ പോകുന്നത് എന്നിങ്ങനെ പറഞ്ഞിട്ട് രാഘവൻ നായർ വിഷ്ണുവിനെ ഇങ്ങനെ ഒരു നോട്ടം നോക്കുന്നുണ്ട്. എന്നിട്ട് ആകെ ഒരു വിഷമിച്ച ഒരു തകർന്ന അവസ്ഥയിൽ രാഘവൻ നായർ അങ്ങ് അകത്തേക്ക് പോവുകയാണ്. പക്ഷെ അത് ഭാമയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഭാമയ്ക്ക് ഉപേന്ദ്രനെ അങ്ങ് വിശ്വസിച്ച് നിൽക്കുകയാണല്ലോ. പക്ഷേ വിഷ്ണുവിന് അത് മനസ്സിലായി തന്നെ നിൽക്കുകയാണ്. തുടർന്ന് വിഷ്ണു ചോദിക്കുന്നുണ്ട്, അമ്മ അച്ഛന് ഇഷ്ടമില്ലാത്ത സ്ഥിതിക്ക് നമ്മളിതിന് ഇറങ്ങണമായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അതിന് ഏത് കാര്യത്തിനാണ് രാഘവേട്ടൻ സമ്മതം പറഞ്ഞിട്ടുള്ളത്, എല്ലാത്തിനും മുടക്കമല്ലേ പറയൂ എന്നിങ്ങനെ ഭാമ അറുത്ത് മുറിച്ചങ്ങ് പറയുന്നുണ്ട്. പക്ഷേ വിഷ്ണു പിന്നീട് ഒന്നും പറയുന്നില്ല.
തുടർന്ന് ശാരദാമ്മയുടെ വീട്ടിൽ ശാരദാമ്മയാണെങ്കിൽ ശാന്തയ്ക്ക് കുറച്ച് പൈസ കൊടുക്കുകയാണ്. ഇതാ നീ ചോദിച്ച പൈസ എന്ന് പറയുന്നുണ്ട്. അന്നേരം ശാന്തയുടെ കൂടെ ശാന്തയുടെ ചെറിയമ്മയുടെ മോളും ഉണ്ട്. അന്നേരം ഇവളുടെ വിവാഹമാണ്. ചെറിയമ്മ കിടപ്പിലായിട്ട് കുറേ നാളായി. ഞങ്ങളെല്ലാവരും കൂടി സഹായിച്ച് ഇവളുടെ കല്യാണം അങ്ങ് നടത്താമെന്ന് വിചാരിച്ചു. ഇവളെങ്ങനെ വീട്ടിൽ നിർത്താനായിട്ട് പറ്റില്ലല്ലോ എന്നുള്ളത്. അന്നേരം അതെന്തായാലും നന്നായി എന്നിങ്ങനെ പറഞ്ഞിട്ട് കല്യാണത്തിന് ഞങ്ങളെല്ലാവരും വരും. പിന്നെ ഇത് നീ ചോദിച്ചതിനേക്കാൾ കുറച്ച് കൂടുതലുണ്ട്, അത് എൻ്റെ വകയാണ് എന്ന് പറയുന്നുണ്ട്. അന്നേരം എല്ലാവരും വരുന്ന ശാരദാമ്മയെന്നൊക്കെ പെൺകുട്ടി പറയുന്നുണ്ട്. തുടർന്ന് ഇവളുടെ അച്ഛനോട് ചോദിക്കുമ്പോൾ ശാന്തയോട് ചോദിക്കുമ്പോൾ അതിൻ്റെ കാര്യമൊന്നും പറയാത്തതാണ് ഭേദം, തിരിഞ്ഞു പോലും നോക്കത്തില്ല എന്ന് പറയുകയാണ്. അന്നേരം കഷ്ടം എന്ന് പറഞ്ഞിട്ട് ശാരദാമ്മ പറയുന്നുണ്ട്, വീണ് കിടക്കുമ്പോൾ മക്കളെയും ഭാര്യയൊക്കെ ഓർക്കും എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ഇങ്ങനെയുള്ളവർ വഴിയിൽ വീണ് കിടന്ന് ചാവത്തേ ഉള്ളൂ എന്നൊക്കെ ശാന്ത പറയുന്നുണ്ട്. തുടർന്ന് ഞങ്ങൾ ഇറങ്ങട്ടെ, കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കാനുണ്ട് എന്ന് പറഞ്ഞ് അവരങ്ങോട്ട് ഇറങ്ങുമ്പോൾ തന്നെ ശാലിനിയാണെങ്കിൽ കാറിൽ വരുന്നുണ്ട്. അന്നേരം ശാന്തേച്ചി പോവുകയാണോ എന്ന് ചോദിക്കുമ്പോൾ ഇറങ്ങുകയാണ്, തിരക്കുണ്ടെന്ന് പറയുന്നുണ്ട്. അന്നേരം ചേച്ചി കല്യാണത്തിന് വരണേന്ന് പെൺകുട്ടിയാണെങ്കിൽ ശാലിനിയോട് പറയുന്നുണ്ട്. തുടർന്ന് വരാമെന്ന് പറയുന്നുണ്ട്. അന്നേരം പോകുന്ന വഴിക്ക് ഇവരെ കൂടെ ഡ്രോപ്പ് ചെയ്യാനായിട്ട് രാമേട്ടനോട് പറയുന്നുണ്ട്. തുടർന്ന് അവരെ കാറിൽ കയറ്റി വിടുകയാണ്. തുടർന്ന് ശാലിനിയോട് ശാരദാമ്മ ചോദിക്കുന്നുണ്ട്, എന്തായി വിഷ്ണുവിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞോ എന്ന്. അന്നേരം വിളിച്ചാൽ അങ്ങോട്ട് കിട്ടണ്ടേ അമ്മയെന്ന്. അന്നേരം നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് വന്നു, അതെന്തായാലും വിഷ്ണുവിനെ ബോധ്യപ്പെടുത്തണം, അതിന് നേരിട്ടാണെങ്കിലും ഫോണിൽ കൂടെ ആണെങ്കിലും എന്ന് പറയുന്നുണ്ട്. അന്നേരം സത്യമാണെങ്കിൽ അമ്പലത്തിൽ പോകണമെന്നും പറഞ്ഞ് നിർബന്ധം പിടിക്കുകയാണെന്ന് ശാലിനി പറയുന്നുണ്ട്. അന്നേരം അത് നീ കാര്യമാക്കണ്ട, സത്യം ഞാൻ അമ്പലത്തിൽ കൊണ്ടുപോയിക്കോളാം, നീ വിഷ്ണുവിനെ ഫോണിൽ കിട്ടുമെന്ന് നോക്കുമെന്ന് പറഞ്ഞ് ശാരദാമ്മ അകത്തേക്ക് പോകുന്നുണ്ട്. തുടർന്ന് ശാലിനിയാണെങ്കിൽ വീണ്ടും അവിടെ നിന്നുകൊണ്ട് വിഷ്ണുവിനെ ഫോൺ ചെയ്യുന്നുണ്ട്. അന്നേരം വിഷ്ണു ആണെങ്കിൽ അവിടെ വീട്ടിലെ മുകളിലത്തെ ബാൽക്കണിയിൽ നിന്നുകൊണ്ട് സത്യ പറഞ്ഞ കാര്യം ഓർക്കുകയാണ്. എൻ്റെ അച്ഛന് ഭയങ്കര ബിസിയാണ്, ജോലി തിരക്കാണ്, ഫോൺ വിളിക്കും, അങ്ങനെ ഇങ്ങനെയൊന്നും കാണാൻ പറ്റില്ല, അമ്മയും വിളിക്കും എന്നെയും വിളിക്കും എന്നൊക്കെ പറഞ്ഞത് ഇങ്ങനെ ഓർത്ത് നടക്കുമ്പോഴാണ് ശാലിനി വിളിക്കുന്നത്. അന്നേരം വിഷ്ണു അങ്ങ് ഫോൺ കട്ടാക്കുന്നുണ്ട്. തുടർന്ന് ശാലിനിയാണെങ്കിൽ വീണ്ടും വീണ്ടും വിളിക്കുമ്പോൾ വിഷ്ണു ഫോൺ എടുക്കുന്നില്ല. തുടർന്ന് വിഷ്ണുവിന് ഒരു മെസ്സേജ് അയക്കുന്നുണ്ട്, വിഷ്ണുട്ട എനിക്ക് വിഷ്ണുട്ടനോട് സംസാരിക്കണം എന്ന് പറഞ്ഞ്. പക്ഷേ അത് കണ്ടിട്ടും വിഷ്ണുവിനൊരു മൈൻഡും ഇല്ല. തുടർന്ന് ശാലിനി വിളിക്കുമ്പോൾ വിഷ്ണു അവസാനം എടുക്കുന്നുണ്ട്. അന്നേരം എന്തിനാ എന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് വിഷ്ണുവിനോട് സംസാരിക്കണമെന്ന് പറയുകയാണ്. അന്നേരം എനിക്ക് കൂടുതലൊന്നും സംസാരിക്കാനുമില്ല കേൾക്കാനുമില്ല എന്ന് പറയുമ്പോൾ കേൾക്കണം, സത്യം എന്താണെന്ന് വിഷ്ണുവിനെ അറിയണമെന്ന് പറയുമ്പോൾ കണ്ണിൽ കണ്ടതിനേക്കാൾ കൂടുതൽ സത്യം എന്താണുള്ളതെന്ന് ചോദിക്കുകയാണ്. അന്നേരം കണ്ടതൊന്നുമല്ല, അതിനപ്പുറം സത്യങ്ങളുണ്ട്, ചില സത്യങ്ങൾ, അതെനിക്ക് വിഷ്ണുവിനോട് പറഞ്ഞേ മതിയോ, കേട്ടേ പറ്റൂ എന്നിങ്ങനെ ശാലിനി പറയുമ്പോൾ ശരി അവസാനമായിട്ട് ഒരു തവണ കൂടി ഞാൻ കേൾക്കാം, പക്ഷേ അതിൽ എന്നെ ബോധ്യപ്പെടുത്താനായിട്ട് സാധിച്ചില്ലെങ്കിൽ, എനിക്ക് തിരിച്ചറിയാനായിട്ട് സാധിച്ചില്ലെങ്കിൽ അതായിരിക്കും നമ്മുടെ അവസാനത്തെ കൂടിക്കാഴ്ച, സമ്മതിച്ചോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ശരിയെന്ന് പറഞ്ഞിട്ട് ശാലിനി ഫോൺ വയ്ക്കുന്നുണ്ട്. വിഷ്ണു വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുകയാണ്. ആകെ ദേഷ്യത്തിലാണ് വിഷ്ണു. തുടർന്ന് അമ്പലമാണ് കാണിക്കുന്നത്. സത്യഭാമയാണെങ്കിൽ വർഷാവർഷം അവിടെ കുറച്ച് പെൺകുട്ടികളുടെ വിവാഹമൊക്കെ നടത്തി കൊടുക്കാറുണ്ട്. അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ കമ്മിറ്റിക്കാർ ചെയ്തിട്ടുണ്ട്. സത്യഭാമ വന്ന് അതൊക്കെ കാര്യങ്ങളൊക്കെ തിരക്കുകയാണ്. അന്നേരം സത്യാമ്മയുടെ അനുഗ്രഹം കൊണ്ട്, ഒരു മനസ്സുകൊണ്ടാണ് ഈ 5 പെൺകുട്ടികൾക്ക് കഴിഞ്ഞ വർഷവും ഒരു ജീവിതമുണ്ടായി, ഇതേപോലെ 4 പെൺകുട്ടികൾ ഇത്തവണയും ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് സത്യഭാമയെ കുറേയൊക്കെ അവരങ്ങോട്ട് പുകഴ്ത്തുന്നുണ്ട്. അന്നേരം പേരിനും പ്രശസ്തിക്കും ഒന്നുമല്ല ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചയക്കുന്നതിൻ്റെ കഷ്ടപ്പാട് എനിക്കും അറിയാം, അതുകൊണ്ട് അവർക്കൊരു സഹായം വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് എന്നൊക്കെ, എല്ലാ കാര്യങ്ങളും ഓക്കെ അല്ലേ, സമയമൊക്കെ മുഹൂർത്തത്തിൻ്റെ സമയമൊക്കെ കുറിച്ചിട്ടില്ലേന്ന് ചോദിക്കുകയാണ്. അന്നേരം ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷമാണ് മുഹൂർത്തം, അവർ വീട്ടിലെത്തേണ്ട സമയം വരെ കുറിച്ച് വാങ്ങിച്ചിട്ടുണ്ട് എന്ന്, നാളെ രാവിലെ എല്ലാവരും എത്തുമെന്നിങ്ങനെ പറയുന്നുണ്ട്. തുടർന്ന് ഞാൻ തൊഴുതിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് സത്യഭാമയാണെങ്കിൽ പിള്ളയോടൊപ്പമാണ് വന്നിട്ടുള്ളത്. ഇങ്ങനെ ഉപദേവങ്ങൾ പുറത്ത് തൊഴുവാനായിട്ട് ഇങ്ങനെ പ്രദക്ഷിണ വഴിയിലൂടെ വന്നിങ്ങനെ നിൽക്കുമ്പോൾ ശാരദാമ്മയാണെങ്കിൽ സത്യയും കൂട്ടി അമ്പലത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നല്ലോ. സത്യയാണെങ്കിൽ ഒരു വഴിപാട് നേർച്ച കഴിക്കാനാണ് വന്നത്. ഈ മുട്ടിലിഴഞ്ഞ് അമ്പലത്തിന് ചുറ്റും ഇങ്ങനെ പ്രദക്ഷിണം വയ്ക്കുകയാണ്. അന്നേരം ശാരദാമ്മയാണെങ്കിൽ സത്യഭാമയെ കാണുന്നുണ്ട്. അന്നേരമാണെങ്കിൽ സത്യഭാമയെ കാണാതെ പെട്ടെന്ന് ഈ പിന്നെ സത്യയും കൊണ്ടങ്ങ് പോകാനുള്ള തിടുക്കമാണ് ശാരദാമ്മയ്ക്ക്. പക്ഷേ സത്യയാണെങ്കിൽ സത്യാമ്മ എന്നിങ്ങനെ വിളിക്കുന്നുണ്ട്. അന്നേരം സത്യഭാമ ഇങ്ങനെ തിരിഞ്ഞ് നോക്കിയാണ്. അന്നേരം പിള്ള ചോദിക്കുന്നുണ്ട്, എന്താ മോളെ ഇങ്ങനെ മുട്ടിലിഴഞ്ഞ് വഴിപാട് നടത്തുന്നത്, എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞത് സാധിച്ചോ, അങ്ങനെ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഉണ്ടായിരുന്നു, എൻ്റെ അച്ഛൻ വരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു, എൻ്റെ അച്ഛൻ വന്നു, എന്നെ കാണാൻ വന്നു എന്നിങ്ങനെ കുട്ടി സന്തോഷത്തോടെ പറയുകയാണ്. അന്നേരം സത്യഭാമയുടെ മുഖത്ത് ആ ഒരു ദേഷ്യം വരുന്നുണ്ട്, ശാരദാമ്മയുടെ മുഖത്ത് സങ്കടവുമാണ്. അന്നേരം പിന്നെ സത്യഭാമ അങ്ങോട്ട് കളിയാക്കുകയാണ്. അപ്പോൾ ശാരദാമ്മയാണെങ്കിൽ മരുമകന് സദ്യയൊക്കെ ഒരുക്കി വെച്ചതിന് ശേഷമായിരിക്കുമല്ലോ അമ്പലത്തിലേക്ക് വന്നത്, ഒരുപാട് നാളുകൾക്ക് ശേഷം മരുമകൻ വന്നതല്ലേ എന്നൊക്കെ പറയുമ്പോൾ സത്യഭാമയോട് ശാരദാമ്മ പറയുന്നുണ്ട്, സത്യമ്മ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല കാര്യങ്ങൾ, അവിടെ സത്യയുടെ അച്ഛനായിട്ട് വന്നത് ശാലിനിയാണെങ്കിൽ എന്നിങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ സത്യ നോക്കിയാണ്. തുടർന്ന് അവിടെ നിർത്തുകയാണ്. തുടർന്ന് ശാരദാമ്മ പറയുന്നുണ്ട്, നമ്മൾ സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ, പക്ഷേ എനിക്ക് അതിനുള്ള സമയവും സന്ദർഭവും ഇല്ല, അങ്ങനെ ഒരു സമയം വരുമ്പോൾ ഞാൻ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കാം എന്ന്
പറയുമ്പോൾ അതൊക്കെ നിങ്ങളുടെ കടമയും കർത്തവ്യവും ഒക്കെ ആയിരിക്കാം. പക്ഷേ എനിക്ക് എൻ്റെ മകൻ തന്നെയാണ് പ്രധാനം. എൻ്റെ മകനെ നിങ്ങൾ ചതിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് മകൻ്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. അത് അറിയുമ്പോൾ ഓടിപ്പിടിഞ്ഞ് അങ്ങോട്ടത്തേക്ക് വരാതിരുന്നാൽ മതി. പോകുമ്പോൾ മരുമകൻ്റെ ആയുസ്സും ആരോഗ്യത്തിന് വേണ്ടി ഒരു പ്രാർത്ഥനയോ വഴിപാടോ പൂജയോ ഒക്കെ അങ്ങോട്ട് കഴിപ്പിക്കുക എന്നൊക്കെ പറയുമ്പോൾ ശാരദാമ്മ പറയുന്നുണ്ട്, അങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ. നമ്മൾ പരസ്പരം സംസാരിച്ച് ഒന്ന് മനസ്സ് തുറന്ന് സംസാരിച്ചാൽ തീരാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഈ സത്യയുടെ ഒരു ആഗ്രഹം നിറവേറ്റി കൊടുക്കേണ്ടത് ആഗ്രഹം നിറവേറ്റി കൊടുക്കേണ്ടത് ശാലിനിയുടെ കടമയാണല്ലോ എന്ന് പറയുമ്പോൾ അപ്പോൾ നിങ്ങളുടെ നിങ്ങൾക്കൊക്കെ മാത്രമേ ഉള്ളൂ കടമയും കർത്തവ്യങ്ങളും ഒക്കെ. അപ്പോൾ എൻ്റെ മകൻ്റെ കാര്യം എനിക്ക് ആലോചിച്ചല്ലേ പറ്റൂ, എന്നിങ്ങനെ അവൻ്റെ കാര്യത്തിൽ തീരുമാനമൊക്കെ എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് മരുമകൻ വന്നതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ കളിയാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിന് ശാരദാമ്മ പറയാൻ ശ്രമിക്കുന്നുണ്ട് ഞാൻ കാര്യങ്ങളൊക്കെ പറയാമെന്നുള്ളത്. പക്ഷെ സത്യമുള്ളത് കൊണ്ട് ശാരദാമ്മയ്ക്ക് പറയാനും സാധിക്കുന്നില്ല. അങ്ങനെ ശാരദാമ്മ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്. പക്ഷേ സത്യം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. കുട്ടിയാണെങ്കിൽ ഒന്നും പറയുന്നുമില്ല. എൻ്റെ മകൻ്റെ പിന്നാലെ നടക്കരുത് എന്നൊക്കെ ഇങ്ങനെ സത്യഭാമ പറയുന്നുണ്ട്. ഇത്രയുമേ എപ്പിസോഡിൽ കാണിക്കുന്നുള്ളൂ. അപ്പോൾ അടുത്ത എപ്പിസോഡിലാണ് ഈ ശാലിനിയെ കാണാനായിട്ട് വിഷ്ണു പോകുന്നത്. പക്ഷെ അന്നേരം സത്യയെ കാണുകയാണ് ചെയ്യുന്നത്. അവിടെ ശാലിനിക്ക് സത്യങ്ങളൊന്നും ബോധിപ്പിക്കാനായിട്ട് സാധിക്കില്ല. പിന്നീട് ഈ വിവാഹ ചടങ്ങ് ഒക്കെയാണ് കാണിക്കുന്നത്. അതൊക്കെ അടുത്ത എപ്പിസോഡുകളിൽ കാണാം. ഓക്കെ, താങ്ക് യു.